വയനാട് പുനരധിവാസത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കോൺഗ്രസുകാർ മരിച്ചവരുടെ പോക്കറ്റടിച്ചവരെന്ന് പിണറായി വിജയന്റെ കടന്നാക്രമണം. വി.ഡി. സതീശൻ നിന്ന നിൽപ്പിൽ കള്ളം പറഞ്ഞ് തടി തപ്പുന്ന നുണയൻ. ശബരിമലയിലെ സ്വർണം കട്ടവരെ ഒറ്റ ഫ്രെയിമിൽ കണ്ടത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ മാത്രമെന്നും രാഹുൽ ഗാന്ധി പോറ്റിപ്പാട്ട് പാടിയത് കോൺഗ്രസുകാരെ നോക്കിയെന്നും പിണറായി വിജയൻ മാതൃഭൂമി ദിനപത്രത്തിലെ പ്രത്യേക കോളത്തിൽ കുറിച്ചു. അർജുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ആദ്യം ഈ മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് വരാം. ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും അക്കമിട്ട് നിരത്തിയുള്ള മറുപടിയാണ്. സേതു, ഇന്നലെ രാഹുൽ ഗാന്ധി പോറ്റിപ്പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ഈ പോറ്റിപ്പാട്ട് രാഹുൽ ഗാന്ധി പാടിയ ഘട്ടത്തിൽ നെഞ്ചിടിച്ചത് UDFന്റെ നേതാക്കൾക്ക് ആണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ആ പാട്ട് പാടിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. പ്രതിപക്ഷ നേതാവും മുന്നണി കൺവീനറും ഉൾപ്പെടെയുള്ള UDFകാരുടെ ഹൃദയം മിടിച്ചു രാഹുൽ ഗാന്ധി ആ പാട്ട് പാടിയപ്പോൾ എന്ന പരിഹാസമുണ്ട്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ന്റെ ഭരണകാലത്താണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കാൻ അവസരമുണ്ടാക്കിയത് UDF കൺവീനറാണെന്നും മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDFനെതിരെ കടുത്ത വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് മരിച്ചവരെ പോക്കറ്റടിച്ചില്ലേ നിങ്ങൾ എന്ന് പറഞ്ഞാണ് ആ തലക്കെട്ട് തന്നെ തുടങ്ങുന്നത്. മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവരെ വിളിക്കുന്ന പേര് ആരെയും വിളിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ വലിയ പണിയാണ് കോൺഗ്രസ് കാണിച്ചതെന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നു. വയനാട് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ നിന്ന നിൽപ്പിൽ കള്ളം പറഞ്ഞ് തടി തപ്പുന്നവരെ നുണയൻ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ച് വി.ഡി. സതീശനെ നുണയൻ എന്നുള്ള പരാമർശം വീണ്ടും ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. അങ്ങനെ രൂക്ഷമായിട്ടുള്ള വിമർശനം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടും ഒപ്പം രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസ്താവനയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഇന്ന് 10 മണിക്ക് AKG സെൻട്രൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പര്യടനം എങ്ങനെയാണ് അർജുൻ? എന്താണ് പ്ലാൻ? എന്തൊക്കെയാണ്? ത്രികോണപ്പോർ അധികമുള്ള സ്ഥലമാണല്ലോ. സേതു, തീർച്ചയായും തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗം ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം 11 മണിക്ക് അരുവിക്കരയിലാണ് ആദ്യത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടികൾ. അരുവിക്കര, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഇങ്ങനെ 4ഇടത്താണ് പ്രചരണം. അതിൽ 3ഇടത്ത് ത്രികോണ പോരാട്ടം നടക്കുന്ന, ശക്തമായ മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി വൈകിട്ട് എത്തും എന്നുള്ളതാണ് ശ്രദ്ധേയം. നേമമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. LDFന്റെ ക്യാമ്പ് ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നേമത്ത് 2 പൂട്ടിട്ട് ഇരട്ട പൂട്ടിട്ട് പൂട്ടാൻ ആ മണ്ഡലം ഉറപ്പിക്കാൻ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതാണ് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി. ശിവൻകുട്ടി ഉൾപ്പെടെ നടത്തുന്ന പ്രചാരണം. കഴിഞ്ഞ വട്ടം ഇടതുപക്ഷം തിരിച്ചുപിടിച്ച BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച മണ്ഡലം കൂടിയാണ് നേമം. അവിടെ മുഖ്യമന്ത്രി എത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഏറെയാണ്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന 3ഇടത്ത്, ശക്തമായ മത്സരം നടക്കുന്ന 3ഇടത്ത് മുഖ്യമന്ത്രി എത്തുന്നു. രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ പ്രചാരണം തുടങ്ങും. ശരി, ഓക്കെ. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.